നമസ്കാരം. കോഴിക്കോട് ആത്മീയ ചികിത്സയുടെ മറവിൽ തട്ടിയത് 1 കോടിയോളം രൂപ. സംഭവത്തിൽ 3 ആളുകൾ പിടിയിൽ. മലപ്പുറം കൊടൂർ സ്വദേശി PCH ഷംസുദ്ദീൻ, പുലാമന്തോൾ മന്നേങ്കൽ കണ്ണന്തൊടി മുഹമ്മദ് ബഷീർ, നാദാപുരം വളയം പടിഞ്ഞാറയിൽ റഫീഖ് എന്നിവരാണ് കോടതി നിർദ്ദേശപ്രകാരം തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. തുടർന്ന് ഇവരെ ജാമ്യത്തിലും വിട്ടയച്ചു. തളിക്കര മണിയിലംകണ്ടി സ്വദേശി AK മുഹമ്മദ് ആദിലിന്റെ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ജൂണിൽ തൊട്ടിൽപ്പാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാര്യയുടെ മാരക രോഗം മാറ്റാനായി ആത്മീയ ചികിത്സയുടെ പേരിൽ ഷംസുദ്ദീനും സംഘവും പലതവണയായി പണം തട്ടിയെന്നാണ് ആദിൽ പരാതിയിൽ ആരോപിക്കുന്നത്. 2020 ജനുവരിയിൽ നാദാപുരത്ത് ഒരു മതച്ചടങ്ങിൽ വെച്ചാണ് ആദിൽ സംഘത്തെ പരിചയപ്പെടുന്നത്. മാരക രോഗങ്ങൾ ദൈവിക സിദ്ധിയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രതികൾ ആദിലിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ആദിലും ഭാര്യയും മലപ്പുറത്തെ കൊടൂരിലെത്തി ഒരു വാടക വീടും എടുത്തു. വൈകിട്ട് 7 മുതൽ രാവിലെ 7 വരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളായിരുന്നു ചികിത്സയുടെ പ്രധാനപ്പെട്ട ഭാഗം. 3-ാം ദിവസം 15 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് 25 ലക്ഷം, 30 ലക്ഷം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളായി വാടക വീട്ടിലും നാദാപുരത്തും വെച്ചും നേരിട്ടും ബാങ്ക് വഴിയും ഒക്കെ 1 കോടിയോളം രൂപ സംഘം കൈപ്പറ്റി. ഈ പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ആദിൽ പോലീസിൽ പരാതി നൽകിയത്. 2 പേർ മലപ്പുറം കൊടൂരിലെ ഒരു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപന ട്രസ്റ്റിന്റെ ഭാരവാഹികളും പ്രിൻസിപ്പളുമാണ്. ഇവരുടെ പേരിൽ പാലൂർ തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനിലായി സമാനമായ മറ്റു ചില പരാതികളും നിലവിലുണ്ട്. നാദാപുരം, കുറ്റ്യാടി, കല്ലാച്ചി, തൊട്ടിൽപ്പാലം, കക്കട്ട്, പാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ 3 വർഷത്തിനിടെ സമാനമായ തട്ടിപ്പുകൾ നടത്തിയതായും പോലീസ് സംശയിക്കുന്നു. തൊട്ടിൽപ്പാലം തളീക്കര സ്വദേശി അനസ്, പാനൂർ സ്വദേശി അക്ബർ എന്നിവരും സമാനമായ പരാതികൾ നൽകിയിട്ടുണ്ട്.